മലയാളം തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഹൃദയഭാഷ. ആഗോളമേനവായ പരമപുരുഷായ സർവദേവതാവശീതരായ സർവാരിഷ്ടവിനാശനായ സർവദുർമന്ത്രഛേദനായ ത്രൈലോക്യം വശമാനായ സ്വാഹ. ആഗോളമേനവ സംഗമം അത്യന്താധുനിക കാലത്തിനനുസരിച്ച് മനുഷ്യരെ ഉദ്ധരിക്കുവാൻ തുടങ്ങുമ്പോൾ അത് മേനവന്മാർക്ക് ഗുണമല്ലാതെ എങ്ങനെ ദോഷമായി മാറും? മനുഷ്യരാശിയെ മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിവിചിത്രമായിട്ടുള്ള മേനവധർമ്മം ശരിക്കും നിർവഹിക്കുന്നു. 22/79 കോസ്മിക് സ്പേസിനോടൊപ്പം ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലേ അതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാകുകയുള്ളൂ. കൺസ്ട്രക്റ്റീവ് ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് ആഗോള മേനവ സംഗമം ഒരു വലിയ കാര്യം തന്നെ. ഉണരാനും ഉയരാനും ഉയർത്തുവാനും. സർനെയിം ഉള്ളത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സർനെയിം, ക്വാളിറ്റി, ടാലന്റ്, എഫിഷ്യൻസി ഈ 3 കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ അവരവരുടെ ദിവ്യത്വത്തെക്കുറിച്ച് ഉണർത്തുന്ന ചില വാക്കുകളും സമാഗമ ആഗോള മേനവ സംഗമത്തിനായി വഴിയൊരുക്കുന്നു. മേനവന്മാർക്ക് മറ്റുള്ള സിസ്റ്റത്തിലൂടെ നടക്കുവാൻ വളരെ വിഷമമാണ്. പലരും പറയും മേനവന്മാർക്ക് ഈഗോ കൂടുതലാണെന്ന്. ഈഗോ കൂടുതലാണെന്ന് പറയുന്നവർക്ക് ഈഗോ ഇല്ല എന്ന് ധരിക്കുന്നത് അതിവിചിത്രം തന്നെ. അത്യന്താധുനികമായിട്ടുള്ള കാലത്ത് അവരവരുടെ ദിവ്യത്വത്തെ തന്നെ ശരിക്കും അറിയാത്ത വിധത്തിലാണെങ്കിൽ അതിന് ആധ്യാത്മികത എന്ന് പറയുവാൻ കഴിയില്ല. ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ ടുഗദർ, അതിൽ ബിസിനസ് സ്പിരിച്വാലിറ്റിയും പ്രോസ്പിരിറ്റിയും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഏത് വിധത്തിൽ അവരവരുടെ ബുദ്ധിശക്തി വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് അവരവർക്ക് തന്നെ നല്ല കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ശരിക്കും മനസ്സിലാക്കുന്ന വിധത്തിലാണ് ആഗോള മേനവ സംഗമത്തിന് ഞാൻ വഴിയൊരുക്കുന്നത്. നിജരാജയോഗി, ഐ ആം ദ സൺ ഓഫ് വെള്ളയിൽ നാരായണ മേനൻ എന്ന് ഞാൻ പറയുമ്പോൾ സൺഹൂഡും ഫാദർഹൂഡും എല്ലാം അതിൽ ശരിയായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു സാധാരണ ജീവിത രീതിയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യോഗിയുടെ ജ്ഞാനവിജ്ഞാനങ്ങൾ ശരിക്കും അവരവരെ തന്നെ ഉണർത്തുവാൻ ഉതകുമാറ് ഒരു ദിശ നിർണയിച്ചുകൊണ്ട് തന്നെ വളരുമ്പോൾ അതിന് സാമ്പത്തികമായിട്ടുള്ള വളരെ ഉത്തേജനം കൊടുക്കുന്നു എന്നുള്ളതാണ് ബിസിനസ് എൻ്റർപ്രണേഴ്സിൻ്റെ വീതിയിൽ ഞാൻ ഒരുക്കുന്ന സംഗമ വേദാന്തങ്ങൾ. അവിടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുമില്ല, സുപ്പീരിയോറിറ്റി കോംപ്ലക്സുമില്ല. സുപ്പീരിയർ മനോഭാവം
അത്ര മോശമായിട്ട് കണക്കാക്കുവാനും കഴിയില്ല. കാരണം അവരവരെ തന്നെ വിലയിരുത്തുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അറിയുന്നത് തന്നെ അവരവരുടെ വ്യക്തിത്വ വികസനത്തിന് സാധ്യമാകും. അത് വെറും കമ്പാരിസൺ അല്ല, ആത്മാഭിമാനത്തോടു കൂടിയ അവരുടെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ആഗോള മാനവ സംഗമത്തിന് വഴിയൊരുങ്ങുമ്പോൾ പല വിധത്തിലുള്ള സംസ്കാര മഹിമകളും അതോടൊപ്പം തന്നെ ഉയരുമെങ്കിൽ അതിൽ അത്ഭുതപ്പെടുവാനില്ല. അവിടെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ, വയലോപ്പള്ളി ശ്രീധര മേനോൻ, KP കേശവ മേനോൻ, VK കൃഷ്ണമേനോൻ, അങ്ങനെയുള്ളവരെയെല്ലാം ബഹുമാനിക്കുന്നതോടൊപ്പം അവരിലൂടെ കാണിച്ചു കൊടുത്ത പല സംഗതികളും വിലയിരുത്തി ഇന്ന് എന്തുകൊണ്ടാണ് അതുപോലുള്ള കാര്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ എത്താത്തത് എന്ന് പരിശോധിക്കുമ്പോൾ പ്രവാസി സംഗമത്തിന് ആയി ഒരുങ്ങുന്ന ഒരു വേദിയിൽ പ്രവാസികളുടെ കൂട്ടായ്മ കൊണ്ട് മലയാളികൾക്ക് കൂടുതൽ ഗുണം ആധ്യാത്മികമായും അവരവരുടെ പൂർവികരെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള അവസരവും ഉണ്ടാക്കുന്നു. വലിയ മഹാത്മാക്കളുടെ സന്തതി പരമ്പരകൾ മുഴുവനും കേരളത്തിന് വെളിയിലും ഇന്ത്യയിലും വെളിയിലുമാണെന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞാൽ പ്രവാസി സംഗമത്തിന് ഒന്നും